പെസഹ എന്ന് വിളിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ദിവസം യേശു പത്രോസിനെയും യോഹന്നാനെയും വിളിച്ച്, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ യേശു ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷണത്തിനിരുന്നു. ചേരും വരെയും വീഞ്ഞിൻ്റെ മധുരം ഞാൻ നുകരില്ല പ്രിയരേ. ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു. കർത്താവേ, അങ്ങ് എവിടെ പോകുന്നു? എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിനുള്ള സമയം വന്നിരിക്കുന്നു. ഗുരു, അങ്ങയുടെ വാക്കുകൾ ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്നു. നിങ്ങൾ ദുഃഖിതരാകേണ്ട. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എൻ്റെ പീഡാനുഭവങ്ങൾക്ക് മുൻപ് ഈ പെസഹ നിങ്ങളോടൊപ്പം ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചിരുന്നു. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. കർത്താവേ, അത് ഞാനല്ലല്ലോ. ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. ഇത് നിങ്ങൾക്കു വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. ഇത് ഭക്ഷിക്കുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയിലേതുമായ എൻ്റെ രക്തമാണ്. വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. നിങ്ങൾക്കു പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. അതിനാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ.
അവസാന താഴമൊരുക്കി നാഥൻ അർപ്പിച്ചന്നാദ്യ ബലി. ആ തിരുവത്താഴം തുടരുന്നു ഇന്നും ഓർമ്മയായി ഭൂമിയിൽ. ആ തിരുവത്താഴം തുടരുന്നു ഇന്നും ഓർമ്മയായി ഭൂമിയിൽ.